നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓഫർ റേറ്റിൽപ്പെട്ട ബഡ്ജറ്റ് റേറ്റിൽപ്പെട്ട സീസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സാരീസാണ്. ഇങ്ങനത്തെ സാരീസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അയ്യോ, ഒരു ഇച്ചിരി കൂടി നേരത്തെ കാണിക്കാൻ മേലായിരുന്നോ, മഴ തുടങ്ങുന്നതിന് മുന്നേ കാണിക്കാൻ മേലായിരുന്നോ, കുറച്ചും കൂടി എണ്ണം കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജസും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ വന്നു. അപ്പം നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ള സാരീസ് തന്നെയാണ് എന്നാണ് എൻ്റെ ധാരണ ഇരിക്കുന്നത്. ഇപ്പം ഒരു ദിവസം കുറേ വീഡിയോ എടുക്കാനുള്ള വളരെ ബഡ്ജറ്റ് റേറ്റ് ആണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന സാരി എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാം എന്താണെന്നൊന്നും നല്ലൊരു എനിക്ക് നിശ്ചയം പോരാ. ഇത് കണ്ടോ, ഇതാണ് സാരി. ഇതുണ്ടല്ലോ, ഈ നമ്മുടെ ഈ ഒരു ഹാൻഡ്ലൂം സിൽക്ക് ഇല്ലേ, അങ്ങനത്തെ ഒരു സാരിയാ. സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കൊണ്ട് നിങ്ങൾ ഓർക്കും ആഹാ ഇതാണോ സീസണിൽ ഉടുക്കാൻ പറ്റുന്നത്, മഴയത്ത് ഉടുക്കാൻ പറ്റുന്നതെന്ന്. മഴയത്ത് ഉടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. മഴയത്ത് ഉടുക്കാൻ പറ്റുന്ന സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നനഞ്ഞ് കുതിർന്നല്ല, പെട്ടെന്ന് ഉണങ്ങും. ഭയങ്കരമായിട്ട് മീൻസ് കട്ടിക്ക് അങ്ങനെ നിൽക്കുമല്ല, എന്നാൽ ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഇതിനെ എടുത്തുകൊള്ളുക. ഇതാണ് സാരി. കണ്ടോ, ഇതൊരു സാരിയുടെ ഒരു സിൽക്കി ഒരു എഫക്റ്റ് ഉണ്ട്. ഒരു ഒരു രീതിക്ക് പറഞ്ഞാൽ തോന്നും ഇതൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണെന്ന്. പക്ഷെ ഹാൻഡ്ലൂം സിൽക്ക് എന്നുള്ള രീതിക്ക് പ്രിന്റ് ചെയ്താണ് ഈ സാരി വരുന്നത്. മുന്താണി വന്നിട്ട് ദേണ്ടേ ഇങ്ങനെ വരും. കണ്ടോ, ഇതിപ്പോ വന്നിട്ട് നല്ല ഒരു വയലറ്റ് ഷെയ്ഡല്ലേ, വയലറ്റ് ഷെയ്ഡ്. ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാ, ഇതിന്റെ ഒരു ഡബിൾ കളർ പോലെയാണ് ബ്ലൗസ്. ഡബിൾ കളർ അല്ല, ഡാർക്കും ലൈറ്റും. ഇപ്പൊ വയലറ്റിന്റെ ആണ് ഡാർക്കും, വയലറ്റിന്റെ ലൈറ്റും. അങ്ങനെയാണ് ബ്ലൗസേലും ബോർഡറിലും ഒക്കെ പോയിരിക്കുന്നത്. ഉടുത്ത് വെക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ ഇപ്പോഴത്തെ സീസണിൽ നല്ലതാ. മീൻസ് പെട്ടെന്ന് ഇൻ കേസ് നമ്മളിപ്പോ ജോലിക്കൊക്കെ സ്ഥിരം ജോലിക്ക് പോകുന്നവരൊക്കെ ബസ്സിലൊക്കെ കയറി പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മഴയൊക്കെ നനഞ്ഞൊന്ന് കയറി പോകേണ്ടേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമുക്ക് മാനേജബിൾ ആണ്, ഭയങ്കര ഈസി ആയിട്ട് മാനേജബിൾ ആണ്. അങ്ങനത്തെ സാരിയാണ്. വിലയാണ് ഭയങ്കര നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള വില. ഇത് 850 രൂപയുടെയാണ് ഇപ്പോഴത്തെ വില, വെറും 490 രൂപ. ഈ സാരി എല്ലാം സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് എണ്ണമായി ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ എത്രയോ ദിവസങ്ങളായിട്ട് റിഡക്ഷൻ സെയിലുള്ള സാരിയാണ് കാണിക്കുന്നത്. കാണിക്കുമ്പോൾ 8-10 എണ്ണോ കാണിക്കുന്നുള്ളെങ്കിലും തുടർച്ചയായിട്ട് കാണിക്കുമ്പോൾ കുറേ എണ്ണോ. എല്ലാവരും ചോദിക്കും ഇതെന്തോ ഈ പിശുക്കി ഓരോന്ന് കാണിക്കുന്നേ എന്നുള്ള ഒരു ഇത്. അത് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കാണിക്കുന്ന കേട്ടോ. ഇത് അടുത്ത കളറ് ഒരു നല്ലൊരു ലൈറ്റ് യെല്ലോ കളറ്, നല്ല കളർഫുൾ, നമുക്ക് കളറ് തോന്നിക്കുന്ന കളറ്. സെയിം സാരി തന്നെ, പ്രിന്റും ഡിസൈനും എല്ലാം സെയിം. അടുത്തത് ഇതേ പീച്ച് അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് അങ്ങനത്തെ ഒരു സ്റ്റഫിൽ വരുന്ന ഒരു അത് ഒരു സാരിയല്ല, ആ സാരിയുടെ തന്നെ മറ്റൊരു കളർ. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ, ആദ്യത്തെ കാണിച്ചല്ലോ ബ്ലൗസ് അല്ല, അത് തന്നെയാണ്. കളർ മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി ഇതിനകത്ത് ലൈറ്റ് ഷെയ്ഡ് വേണം, പേസ്റ്റൽ ഷെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബേജ് കളറോ ഒനിയൻ്റെ ഒക്കെ ഒരു ഒനിയൻ്റെ ഒക്കെ എവിടെയൊക്കെ ഒരു ടച്ച്. ഈ കാണുന്ന മുഴുവൻ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ പോയിരിക്കുന്ന പ്രിന്റ് ആട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഓർക്കും ഇതെന്നാന്ന്. വീഡിയോയ്ക്കകത്ത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ കളർ അങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റൈലിങ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കളർ ഇങ്ങനെ എടുത്തിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഒരു പ്രത്യേക സാരിക്ക് ഫീൽ ചെയ്യും. പാരറ്റ് ഗ്രീൻ ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്ത് 15 സാരിയാണ് കാണിക്കുന്നെങ്കിൽ 15 എണ്ണമേ ഉള്ളെന്ന് ഓർക്കണം. നമ്മുടെ റിഡക്ഷൻ സെയിൽ അല്ലാത്ത വീഡിയോസിൽ മാത്രമേ ഉള്ളൂ എണ്ണം കൂടുതലുള്ള. ഈ ടൈപ്പ് സാരി കഴിഞ്ഞു. ഇനി വേറൊരു സാരി എന്ന് പറഞ്ഞാൽ ഡോളയുടെ സാരിയാണ്. ഡോള സിൽക്ക് എന്ന് പറയാം, ഡോള സിൽക്ക് തന്നെയാണ്. സെമി ആയിട്ടുള്ള സാരി. ഇച്ചിരി കൂടി സ്റ്റൈലിഷ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ മഴക്കാലം എന്നൊന്നും വിചാരിക്കേണ്ട. അല്ലാത്തപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒത്തിരി ബഡ്ജറ്റ് റേറ്റിൽ ഫംഗ്ഷൻ സാരികൾ ആഗ്രഹിക്കുന്നവർക്കുള്ള സാരിയാണ് ഇത്. ഞാൻ ഓൺലൈനിൽ ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. ഡോള സിൽക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു, കാരണം ഭയങ്കര ഡോള സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു സാധാരണക്കാര് അല്ലെങ്കിൽ സാധാരണ എപ്പോഴും അങ്ങ് സാരിയെ പറ്റി 100% അറിയത്തില്ലാത്തവർക്ക് അതെന്താ സാധനം ഈ ഡോള സിൽക്ക്. ഓരോ പേര് വരുമ്പോൾ ഞാനും ഓർക്കും അയ്യോ എന്തപ്പാ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പേരിൽ ഇങ്ങനെ സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വിചിത്ര സിൽക്ക് ഒന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാല് ഇതൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ് സിൽക്ക് ആയിട്ടൊരു ചന്തേരിയുടെ ഒരു ചന്തേരി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാലോ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാ. പക്ഷെ ഒട്ടും ഫ്ലോയി ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലോയി ആണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നീഷി ഫോൺ ഒന്ന് ഊർന്നു പോകുന്ന പോലെ ഭയങ്കരമായിട്ട് ഊർന്നു പോകത്തില്ല. ഇതാണ് ആദ്യത്തെ സാരി, റാണി പിങ്ക് കളറ്.
മുന്താണി വന്നിട്ട് വേണ്ട ഇങ്ങനെ വരും. ഒരു ബനാറസി ബോർഡർ ഒക്കെ ആയിട്ട് നോക്ക്, ബോർഡർ ഉണ്ടോ, ബനാറസി ബോർഡർ ഒക്കെ ആയിട്ട് ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസിന്റെ മേളിലത്തെ ബോർഡർ വേണേലും കൈക്ക് വെക്കാം, താഴത്തെ ബോർഡർ ഏത് വീതി കൂടിയതോ വീതി കുറഞ്ഞതോ എങ്ങനെ വേണമെങ്കിലും കൈക്ക് വെക്കാം. ഇതിന്റെ ഒറിജിനൽ റേറ്റ്, ഇതിന്റെ ശരിക്കുള്ള റേറ്റ് 1690 ഇപ്പോഴത്തെ റേറ്റ് 1290. ഇതൊട്ടും ചിലതിനൊക്കെ ഞാൻ 1000 എബോവ് റേറ്റ്, ഒരു സാരിയിൽ 1000 എബോവ് റുപ്പീസ് ഡിസ്കൗണ്ട് ഇട്ടാ കാണിക്കാറുള്ളത്. ഇത് അത്രയും കുറയ്ക്കാത്ത എന്ന് വെച്ചാൽ 1290 1690 അല്ലേ. അപ്പൊ കാണിക്കാത്തെന്ന് വെച്ചാൽ ഇത് ഒട്ടും പഴക്കമായ സാരിയല്ല. പിന്നെ ബനാറസി ബോർഡർ ആണ്, ഡോള സിൽക്ക്. നമുക്ക് ഇത് ഞാൻ ബഡ്ജറ്റ് റേറ്റ് എന്ന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഇപ്പൊ എടുത്തു വെച്ചത് ഞാൻ പറയില്ല, എനിക്ക് തന്നെ പറയില്ല, എനിക്ക് അത്ര ധാരണ പോരാന്ന്. പിന്നെ ഇതിന്റെ ഒരു സ്റ്റഫ്, അടുത്ത കളറേ, ഇങ്ങനെ ഈ ഒരു പോയിരിക്കുന്ന പ്രിന്റ് പോയിരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോയിരിക്കുന്ന ഒരു ലഹരിയ പാറ്റേണിലുള്ള ഇങ്ങനെ ചെരിഞ്ഞാണ് ഡിജിറ്റൽ പ്രിന്റ് പോയിരിക്കുന്നത്. രാമാഗ്രി 1690 തന്നെയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 1600 ആണോ 1806 ഇട്ടു, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഈ ബാർകോഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേനും ആ ഒരു കുനുപ്പ് കാണത്തില്ല കണ്ണ്. ദാ മുന്താണി 1290 ഒള്ളി. അടുത്തത് ബനാറസിയുടെ ഒക്കെ വിവിധ വെറൈറ്റീസ്, നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്, അതിൽ കൂടെ ആ ഫ്ലോറൽ പ്രിന്റ് ഉടുത്ത് കാണിക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള ആ ഒരു സംഭവം മനസ്സിലാവും. നല്ല രസമാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ. ബോട്ടിൽ ഗ്രീൻ ഉണ്ടോ, ഇതെല്ലാം സിംഗിൾ പീസേ ഉള്ള ഈ ഒരൊറ്റ കളറ് കാണിക്കുന്ന ഈ ഒറ്റ ഒരു ബണ്ടിൽ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. മെറൂൺ. എന്തോരം കളറുകൾ വന്നാലും എന്തരെല്ലാം പുതിയ കളറുകൾ, പേസ്റ്റൽ കളർ, മിക്സഡ് കളർ, മറ്റേ കളർ, മറിച്ച കളർ എന്നൊക്കെ പറഞ്ഞു വന്നാലും നമ്മളുടെ ഒരിക്കലും ഔട്ടാകില്ലാത്തൊരു കളറല്ലേ മെറൂൺ അല്ലേ. നല്ലൊരു വയലറ്റ്. ഇത് 1600 ആണോ 1899 അത്ര റേറ്റിന് വാങ്ങിച്ചവരൊക്കെ ധാരാളം ഉണ്ട്, എനിക്ക് നല്ലതായിട്ട് അറിയാം. നല്ല രസമാണ് ഇത്. കാരണം എന്നാന്ന് വെച്ചാൽ ബനാറസിയുടെ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും, നമ്മൾ ബനാറസി കാണുന്ന ഒരു പ്ലെയിൻ വന്നു മുകളിലും താഴത്തും ബനാറസി ബോർഡർ, അല്ലെങ്കിൽ ബോഡിയോ നിറച്ചും ബൂട്ടാസ്, അങ്ങനെയല്ലേ. ഇത് ഒരു ഡിജിറ്റൽ പ്രിന്റ്, ഒരു ഡിസൈൻ, ഒരു പ്രിന്റ് കൊടുത്തിരിക്കുവാണേ. ആ ടൈപ്പ് സാരി തീർന്നു. എടുത്തോണ്ടിരിക്കുവാണോ? ഇനി ചന്തേരിയുടെ മെറ്റീരിയൽ, നല്ല 100% പ്യുവർ ചന്തേരി എന്ന് പറഞ്ഞില്ലേലും നല്ല ചന്തേരിയുടെ, സെമി ചന്തേരി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പിടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. നല്ല കൂടിയ സാരിയുടെ അതേ കൂടിയ ചന്തേരിയുടെ, നല്ല വില കൂടിയ ചന്തേരിയുടെ സ്റ്റഫാണ്. വില എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയുക സെമി ആണെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ പറയുക. പക്ഷെ സെമി നിന്നെ കൂട്ടണ്ട, നല്ല ഭംഗിയായിട്ട് ഒരു പിൻടെക്സ് ബോർഡർ അല്ല, പക്ഷെ പിൻടെക്സ് ബോർഡർ പോലത്തെ ഒരു ബോർഡർ ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സാരി. നല്ലൊരു ഗ്രീനിഷ് കളർ, എന്നിട്ട് മെറൂൺ ആണ് ഇത്. ഇതിന്റെ വില എന്ന് പറയുന്ന 1699 ആണ് ഇപ്പോഴത്തെ വില. 1100. കണ്ടോ ചന്തേരി സാരികൾ ഇഷ്ടപ്പെടും. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇപ്പോൾ ഈ മഴക്കാലത്താണെങ്കിലും നമുക്ക് കല്യാണങ്ങളൊക്കെ നടക്കുന്ന മാസങ്ങളാ അല്ലേ. അടുത്ത മാസം ആകുമ്പോൾ എല്ലാം മാറും. കർക്കടകം അല്ലേ. അപ്പം അല്ല, അടുത്തതിന്റെ പിന്നത്തെ മാസമല്ലേ കർക്കടകം? ആണോ? ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇടവമാസമാണെന്നാ തോന്നുന്നത്. കാരണം എൻ്റെ ബർത്ത്ഡേ ഇടവത്തിലാ. ഞാൻ ഇടവത്തിൽ ജനിച്ചാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇടവത്തിലാ. ഇത് ബ്ലൗസ്. ഇപ്പം അതായത് ഞാൻ പറയാൻ വന്നത്, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, ഈ മഴക്കാലത്ത് ഫംഗ്ഷന് പോകുമ്പോൾ ഉടുക്കാന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന സാരി. നനഞ്ഞെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും പറ്റത്തില്ല, കാലാകാലം കിടക്കും. ചന്തേരിയുടെ നല്ല പ്യുവർ സ്റ്റഫ്, പ്യുവർ 100% ഉണ്ടോ. ഇത് വേറൊരു സാരിയാ, മറ്റേ സാരിയല്ല. ഇതും ചന്തേരി തന്നെയാണ്. ഇതിന് ഇച്ചിരി കൂടി റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചന്തേരിയുടെ നല്ല സ്റ്റഫാണ് കേട്ടോ, നല്ല സ്റ്റഫാണ്. നിങ്ങൾ ആ ഒരു കോപ്പർ ബനാറസി ബോർഡറും ബോഡിയും എല്ലാം കൂടെ നല്ലൊരു
എന്നാ പറയുന്നത്, ലുക്ക് കിട്ടുന്ന സ്റ്റഫാണ്. ഇത് വരും മുന്താണി, കണ്ടോ? ബ്ലൗസ് വന്നിട്ട് ദേണ്ടേ ഇത്. നല്ല ഭംഗിയുള്ള സാരി അല്ലേ? ആ ഒരു ബോഡിയെ പോയിരിക്കുന്ന ആ മെറൂണിഷ് കളറില്ലേ, ആ ഒരു പ്രിന്റേല്, അതാണ് ബ്ലൗസിനെ കൊടുത്തിരിക്കുന്നത്. നല്ല നല്ല കൂടിയ സാരി എടുക്കുന്നു, വില ഒരു 2000-4000 രൂപയുടെ സാരി എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഉടുക്കണം, അങ്ങ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ആ ബനാറസിന്റെ ബോർഡറും കൂടെ നല്ലൊരു രസമുണ്ട്. ഇതിന്റെ വില ഞാൻ പറയാം. ആണോ? ഇതിന്റെ വിലയെ 1799 ആണ് ഇപ്പോഴത്തെ വില. 1299. ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ഇതാ ഒലീവ് ഗ്രീൻ. ഈ ഒലീവ് ഗ്രീൻ ഈ കളറൊക്കെ ഇല്ലേ, നല്ല ഏത് പ്രത്യേകിച്ച് മീഡിയം കോംപ്ലക്ഷനുള്ള ആൾക്കാർക്ക്, മീഡിയം കളർ ടോണുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ചേരുന്ന ഒരു കളറാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒലീവ് ഗ്രീൻ നല്ലതായിട്ട് ചേരും. ഏത് ഡാർക്ക് ആണെങ്കിലും കുഴപ്പമില്ല, കളർ ഉള്ളവരാണെങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് ചേരുന്ന ഒരു കളറാണ് ഒലീവ് ഗ്രീൻ. ഇത് റാണി പിങ്ക്, അതും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു റാണി പിങ്ക്. അതിന്റെ ആ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിന്റെ ആ ഇങ്ങനെ വെച്ചേക്കുന്നത് ഒരു വിലപിടിപ്പ് ഫീൽ ചെയ്യിക്കുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ്. നമ്മൾ ചില ബ്രൊക്കേഡ് സാരിയൊക്കെ എടുത്തു കഴിയുമ്പോൾ, ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ അല്ലേ, ഓരോന്നിൻ്റെയും കാണിക്കണോ? ബ്ലൗസ് ആ കളറില്ലേ, അത് തന്നെ. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഈ ബോഡിയെ വരുന്ന കളർ തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ ബ്ലൗസിന്. എന്നാ നമ്മളെ ഞാൻ ഇപ്പൊ പറഞ്ഞേ, ഇപ്പൊ എന്താ പറഞ്ഞേ, പറഞ്ഞു വന്ന എന്നാന്നറിയോ, ബ്രൊക്കേഡ് സാരി പറഞ്ഞു വന്നടുത്ത് നമ്മൾക്കത് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങൊരു ഇതല്ലേ. നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ? എനിക്ക് അങ്ങനെയാണ്. പിന്നെ അതങ്ങ് കിട്ടണം. ചിലപ്പോൾ ചില സിനിമാ പേരൊക്കെ പറഞ്ഞു വന്നിട്ട് അയ്യോ അതൊന്നും കിട്ടിയില്ല, അത് എന്നതാന്ന്. എന്നാലും വല്ല ഗൂഗിളും പോയി തപ്പാനും പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ട് മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്തെടുക്കണം. അങ്ങനത്തെ കുറെ വാശിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന ബ്രൊക്കേഡ് സാരീസ് ഇല്ലേ, നമ്മൾ നല്ല 10,000-25,000 ഒക്കെ റേറ്റ് കൊടുത്തെടുത്തേക്കുന്നു. പക്ഷെ നമ്മൾ അതിന്റെ ചിലതിന്റെ ഡിസൈൻ കാണുമ്പോൾ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ ഇതിന്റെ വില കുറച്ച് തോന്നിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ പക്ഷേ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വില മതിപ്പ് കൂടുതൽ തോന്നിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 1,299 അങ്ങനെ ഏതുണ്ട് റേറ്റില്ല. പക്ഷെ ഇതിന്റെ വില 1,799 ആണ്. അപ്പം അതിലും തോന്നിക്കും എന്നാണ് എനിക്ക് തോന്നട്ടെ. എൻ്റെ സാരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ല. ഞാൻ എൻ്റെത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അറിയത്തുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.